ഞാനിപ്പോൾ കിട്ടിയ ഈ പോണ എങ്ങോട്ടാന്നല്ലേ, ഇന്ന് ഒരു സ്പെഷ്യൽ ദിവസമാണ് ഗൈസ്. ആ ദിവസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, എൻ്റെ ഫൈസൂൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും വിഷ് ചെയ്യാം, എനിക്കല്ല എൻ്റെ ഫൈസൂന് വേണ്ടിയിട്ട്. കാരണം ഈ ഒരു ടൈമിൽ ഫൈസൂന് അത്ര വലിയ ആഘോഷമുള്ളതൊന്നുമല്ല, എനിക്ക് ഈ ഒരു ടൈമിൽ ആഘോഷിച്ചില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഓൾക്ക് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിലും എനിക്ക് സമാധാനം ഉണ്ടാവില്ല. ഈ ഒരു ടൈമിൽ ഓൻ എന്തായാലും എൻ്റെ കയ്യിൽ നിന്നൊന്നും പ്രതീക്ഷിക്കില്ല, കാരണം എനിക്ക് വർക്കില്ല, ഇതും കയ്യിലില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ ക്രാഫ്റ്റിൻ്റെ വർക്ക് ചെയ്ത കുറച്ച് ക്യാഷ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കൈസ്. അപ്പോൾ അത് പൈസയൊന്നും അറിയില്ല, അമ്മക്കും അറിയില്ല. അപ്പോൾ ഞാൻ എടുത്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം മേടിച്ചു കൊടുക്കാൻ പോകണം. സംഭവം കിട്ടുമെന്നൊന്നും അറിയില്ല, അതിന് എത്ര ഉപ്പയെന്നൊന്നും അറിയില്ല. അതായത് ഷോപ്പിൽ പോകുന്ന ഒരു മിനി ബ്ലോഗ് കണ്ടിട്ടത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം, ഓക്കെ? വീഡിയോ ഫുള്ളായിട്ട് കാണാം, എന്താവുമെന്ന് അറിയില്ല കൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് ഞാൻ ഒളിപ്പിച്ച് വെച്ച പൈസ. അപ്പോൾ ഇത് നമുക്ക് എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കാം. സംഭവം കുറച്ചേ ഉള്ളൂ, എന്നാലും നമുക്കിത് കൂട്ടിയിട്ട് അതും കൂടി വെച്ച് സെറ്റാക്കിയിട്ട് നമുക്ക് പൈസ മേടിച്ചു കൊടുക്കാം. സംഭവം ഇത് പ്രതീക്ഷിക്കൂലെന്ന് ഞാൻ പറയാൻ കാരണം എന്താ പറയുക, ഈ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് വർക്കില്ല ഗൈസ്, ആ മൂഞ്ചി കുത്തിരിക്കണം. വർക്കില്ലാന്ന് ഉദ്ദേശിച്ചാൽ ഇന്നിപ്പോൾ എവിടെ എടുക്കണില്ല, ഒക്കെ കഴിഞ്ഞിട്ട് ഒക്കെ വരാനാണ് പറയുന്നത്. എൻ്റെ കണ്ടീഷൻ അത്രയ്ക്ക് മോശമാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ആരും എടുക്കണില്ല, ഒക്കെ എല്ലാവർക്കും ഇന്ന് ഇഷ്ടമാണ്. എന്ത് ചെയ്യാനാ വർത്താനം കൊണ്ടേ. അപ്പം എല്ലാവരും എന്നോട് പറഞ്ഞേ കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങും. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വ്ളോഗ് എടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ തൊള്ള പൂട്ടില്ല, അതാണ് എൻ്റെ അവസ്ഥ. അപ്പം നമുക്കിത് എണ്ണി നോക്കാം ഗൈസ്. ഒരു സാധനം കുറച്ച് കിട്ടിക്കിട്ട് ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും പോയി നോക്കാം, എന്തൊക്കെ വാങ്ങാൻ പറ്റുമെന്നൊന്നും അറിയില്ല, എന്നാലും നമുക്ക് നോക്കാം വേഗം നടക്കും. അങ്ങനെ ഞാൻ നടന്ന് ഈ ടൈമിൽ കുറച്ചൊക്കെ നടത്താം നല്ലതാണ്. നടന്ന് ഞങ്ങൾ പറമ്പിലെത്തി. ഇനി ഇവിടെ നിന്ന് ഒരു ഓട്ടോ കയറിയിട്ട് അതിൽ പോകണം. അങ്ങനെ എനിക്ക് ഓട്ടോറിക്ഷ കിട്ടി. ഓട്ടോറിക്ഷ പിന്നെ ആളില്ലാത്ത സന്തോഷത്തിലാട്ടോ ഞാൻ കുത്തിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ കയറി. പിന്നെ നേരെ അരീക്കോട് ടൗണിൽ ഇറക്കിന്നെ. ഷോപ്പിലെത്തിയപ്പോൾ പിന്നെ മൊത്തത്തിൽ മൂഞ്ചി. ഞാൻ കണ്ട ഐറ്റം അവിടെ ഇല്ല ഗൈസ്. അപ്പോൾ പിന്നെ ഞാൻ BMW കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾക്ക് രണ്ടാക്കും ഭ്രാന്ത. അപ്പോൾ പിന്നെ അത് കൈ പിടിച്ച് നിന്ന്. സംഭവം ഞാൻ മൂഞ്ചി എന്നാണ് വോയിസ് പറയണത്. ഇനിയിപ്പോൾ ഫൈസൂനെ കൂട്ടിയിട്ട് വരേണ്ടി വരും. മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവുന്നുണ്ട് ഗൈസ്, ഏതെടുക്കണം എന്നറിയില്ല. പിന്നെ ഞാനൊരു കേക്കിനൊക്കെ സർപ്രൈസാക്കി ഓർഡർ ചെയ്ത് അങ്ങനെ തിരിച്ചു പോലെയാണ് ഗൈസ്. കൂടുതൽ അവിടെ നിൽക്കാനും വയ്യ എനിക്ക്. പിന്നെ കൺഫ്യൂഷൻ അടിച്ച് ചാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇനി ഞാൻ ഫൈസൂനെ കൂട്ടിയിട്ട് എന്തായാലും പോകാമെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ എൻ്റെ സർപ്രൈസ് എപ്പോഴും മൂഞ്ചിലാണ് ഗൈസ്. അപ്പോൾ ബാക്കി വീഡിയോ പാർട്ട് 2.